എന്തോ ചെയ്യാനാണ്, കുറേ നാളോട് വെൽഡ് ചെയ്യുവാണ്. പക്ഷേ എന്താ അറിയാൻ വയ്യ, വെൽഡ് ചെയ്യുമ്പം ഇങ്ങനെ റാഡ് കറിയും പിടിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് നമുക്കൊന്നും നല്ല രീതിയിൽ ഒട്ടിക്കാനോ ഒന്നും പറ്റുന്നില്ല. എന്തോ ചെയ്യാനാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ എഡിഷനിലേക്ക് വീണ്ടും ഒരു കിക്കുടി സ്വാഗതം. നിങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ അവസ്ഥ. ഇതാണ്, ഞാൻ കുറേ നാളുകൊണ്ട് വെൽഡ് ചെയ്യുവാണ്. പക്ഷേ എത്ര വെൽഡ് ചെയ്തിട്ടും നമുക്ക് ഇത് ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ ഒരുപാട് പേർക്കുണ്ട് കേട്ടോ. കാരണം സ്വന്തമായിട്ട് പൗൾട്രി മേഖലയൊക്കെ, അല്ലെങ്കിൽ എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പൗൾട്രിയാണ്. ആ മേഖല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് കൂടുണ്ടാക്കണം, സ്വന്തമായിട്ട് കൂടൊക്കെ ഉണ്ടാക്കി ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. സ്വന്തമായിട്ട് കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കോഴിയെ വളർത്തി അത്യാവശ്യം ലാഭമായിട്ട് ഇതിന് ഒരു കൂട് മേടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ്. അന്നേരം നമുക്ക് സ്വന്തമായിട്ടൊരു കൂടുണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെൽഡ് സെറ്റൊക്കെ എടുത്ത് നമ്മൾ പണിയാൻ നേരത്ത് അവസ്ഥ ഇതാണ്. കാരണം ഒട്ടിക്കാൻ നേരത്ത് റാഡ് കയറി പിടിക്കും. അത് കാരണം പല ആൾക്കാരും ഈ പണിക്ക് പോകാറില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില ആൾക്കാർ പറയും അവരെന്ത് സുഖമായിട്ട് എളുപ്പത്തിൽ വെൽഡ് ചെയ്യുന്നു, കണ്ണിന് യാതൊരു പ്രശ്നമില്ല. കാരണം അവർ ഗ്ലാസ് ഇടാതെ തന്നെ വെൽഡ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം വേറൊന്നാണ്. സംഭവം സ്ഥിരമായിട്ട് വെൽഡ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം ഈ റാഡ്, ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് നമ്മൾ എവിടെ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ വെൽഡ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് റാഡ് കയറി പിടിക്കാറില്ല. നല്ല സുഖമായിട്ട് നല്ല രീതിയിൽ അവർ വെൽഡ് ചെയ്ത് മാറാറുമുണ്ട്. കാരണം എന്തറിയോ, സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ റാഡ് ഇവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് അവർക്ക് അറിയാൻ പറ്റും എപ്പോൾ സ്പാർക്കിംഗ് തുടങ്ങും. അതിന് മുമ്പായിട്ട് അവർ കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വെൽഡ് ചെയ്യേണ്ട പ്രതലത്തിൽ കറക്റ്റായിട്ട് അവർ വെൽഡ് ചെയ്ത് മാറ്റുകയും ചെയ്യും. അത് നമുക്കും സാധാരണ ആൾക്കാർക്കും സ്വന്തമായിട്ട് എങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ വെൽഡ് ചെയ്യാൻ പറ്റും, ഒരു സ്വന്തമായിട്ടൊരു കൂട് നിർമ്മിക്കാൻ പറ്റും. വെൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ന് വെച്ചാൽ ഇതിനെ ഇലക്ട്രിക് വെൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് കേട്ടാൽ വേണ്ടി തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്താൻ ഒട്ടും മറക്കണ്ട. അതായത് നമുക്ക് വീഡിയോയിലൂടെ കിടന്നാലോ. നമ്മൾ ആദ്യമായിട്ട് വെൽഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങും പോയി പഠിച്ചതൊന്നുമല്ല, സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചതാണ്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, കാരണം ഞാൻ പുറത്തൊന്നും പോയി പഠിക്കാറില്ല. എൻ്റെ ആവശ്യം എൻ്റെ ഈ സ്ഥാപനത്തിന്, ഈ പറയുന്ന പൗൾട്രി മേഖലയ്ക്ക് വേണ്ടി മാത്രം ഞാൻ വെൽഡ് ചെയ്ത് പഠിച്ചതാണ്. നമ്മൾ ആദ്യമായിട്ടൊരു വെൽഡ് സെറ്റ് എടുത്ത് നോക്കുക, സപ്ലൈ എല്ലാം കൂടി. ഇതൊരു ഇൻവെർട്ടർ വെൽഡിംഗ് സെറ്റാണ് ഈ കാണുന്നത്. ഈ രണ്ട് സംഭവമാണ് നമുക്ക് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കാരണം ഇതൊരു എർത്താണ്, ഇതെൻ്റെ ഹോൾഡറാണ്. ഈ രണ്ടിൻ്റെയും വയറിൻ്റെ എൻഡാണ്. അത് നമ്മൾ ഈ വെൽഡ് സെറ്റിൻ്റെ ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യുക. അത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനുശേഷം ഞാൻ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതൊരു 18 ഗേജാണ്, ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. 18 ഗേജാണ്. സ്വന്തമായിട്ട് കൂട് പണിയാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, സ്വന്തമായിട്ട് നമുക്ക് വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർ ആദ്യം ഒരു 16 ഗേജുള്ള സെക്ഷൻ ഇട്ട് പണിയും കേട്ടോ. അത് കാരണം ഈ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ കത്തിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ വെൽഡ് സപ്ലൈ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്യുവാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് പവർ കൺട്രോൾ ചെയ്യാനുള്ളതാണല്ലോ. നമുക്ക് ഇങ്ങനെ എത്ര ആർക്ക് എന്നാണ് എനിക്ക് കറക്റ്റായിട്ട് കണക്കൊന്നും അറിയില്ല. ഇത് ആർക്ക് നമുക്ക് കൂട്ടാം. ഈ വെൽഡിങ്ങിന് പവർ കൂട്ടാനും കുറയ്ക്കാനുള്ള സംഭവമാണ്. പിന്നെ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഇതിനൊക്കെ വെൽഡിംഗ് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് വെൽഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ആദ്യമായിട്ട് വെൽഡ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ വെൽഡിംഗ് ഗ്ലാസ് കണ്ണിന് പ്രൊട്ടക്ഷൻ വേണ്ടിയാണ്. കാരണം നമ്മൾ സ്പോട്ട് ചെയ്ത് അടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് തൊട്ടതിന് ശേഷമേ നമ്മൾ കണ്ണടയ്ക്കാറുള്ളൂ. അന്നേരത്തേക്ക് നമുക്ക് ആ ലൈറ്റിൻ്റെ ഭയങ്കര തീവ്രത വളരെ വളരെ കൂടുതലായിരിക്കും. കണ്ണിന് അത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവും. ചിലപ്പോൾ നമുക്ക് ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ടാവും രാത്രി. കാരണം കണ്ണിൽ മണ്ണ് വാരിയിടുന്നൊരു ഫീലിംഗ് ആയിരിക്കും. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു റാഡാണ്. സാധാരണ നമ്മൾ റാഡ് എന്ന് പറഞ്ഞാൽ 10 കെ ജി വരുന്നുണ്ട്, 12 കെ ജി വരുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന 12 കെ ജി റാഡാണ് കേട്ടോ. കാരണം വെച്ചാൽ കനക്കുറവാണ്, പെട്ടെന്ന് കത്താൻ എളുപ്പമാണ്. ബെസ്റ്റ് ആർക്ക് അങ്ങനെ പല ബ്രാൻഡ് നമ്മൾ റാഡ് മേടിക്കാൻ കിട്ടും. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ബെസ്റ്റ് ആർക്ക് എന്ന കമ്പനിയുടെ റാഡാണ് ഉപയോഗിക്കുന്നത്. അതായത് അതിൻ്റെ 12 കെ ജിൻ്റെ റാഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ഞാൻ വെൽഡ് സെറ്റ് ഓൺ ചെയ്തു. ഇതിൻ്റെ പവർ ചെയ്തുകൊണ്ടോ, നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെന്നാൽ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവും. നമുക്ക് എന്തായാലും നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അടുത്ത് ഞാൻ ഈ 2 പൈപ്പ് തമ്മിൽ വെൽഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ സംഭവം അടുപ്പിച്ച് വെച്ചു. അടുത്തെന്ന് പറഞ്ഞാൽ ഇതാണ് എർത്ത്. ഇത് ഞാൻ ഒരു സൈഡിലോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. ഓക്കെ, അടുത്ത് നമുക്ക് ഇവിടെ വെൽഡ് ചെയ്യാൻ പോവുകയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെൽഡിംഗ് ഗ്ലാസ് വെക്കുന്ന കാര്യമാണ്, അത് മറക്കരുത് കേട്ടോ. എല്ലാവരും വെച്ചിരിക്കണം. അത് വെൽഡിംഗ് ഗ്ലാസ് വെച്ചതിന് ശേഷം നമ്മൾ വെൽഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം വെൽഡ് ചെയ്തതിന് മുമ്പായിട്ട് ഇതാണെങ്കിൽ ഒരു പൈപ്പ് എടുക്കുക. ജസ്റ്റ് എടുത്തതിന് ശേഷം ഇതൊന്ന് അടിച്ചു നോക്കുക. ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടോ? അന്നേരം നമുക്ക് മനസ്സിലാക്കിക്കോണം ഇതിന് വോൾട്ടേജ് കുറവാണ്, ഇതിൻ്റെ കറണ്ടിൻ്റെ ഒഴുക്ക് കുറവാണ്, കത്താനുള്ള കറണ്ട് ഇതിനകത്ത് വരുന്നില്ല. എന്നിട്ട് ജസ്റ്റ് നമ്മളിവിടെ കൂട്ടി കൊടുക്കുക. ഇതിനകത്ത് ഓരോരോ നമ്പേഴ്സ് എഴുതി കാണിക്കുന്നതാണ്. ഇതിന് ഡിജിറ്റൽ കംപ്ലൈൻ്റ് ആയി, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ചെറുതായിട്ട് ഞാൻ കൂട്ടി. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പൈപ്പിനകത്ത് ഒട്ടിച്ചു നോക്കാൻ പോവുകയാണ്.
എന്നിട്ടും ചെറുതായിട്ട് ഏറി പിടിക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും എനിക്ക് വെൽഡ് ചെയ്യാനുള്ള സംഭവമായിട്ടുണ്ട് കേട്ടോ. അന്നേരം വെൽഡ് ചെയ്യാൻ പഠിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് കുറച്ചും കൂടെ കൂട്ടുക. പിന്നെ ഒരുപാട് കൂടിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്താ അറിയുമോ, നമ്മളിവിടെ ഒട്ടിക്കാൻ തരുത്, ഇത് കത്തിപ്പോകും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതാ പറഞ്ഞ 16 ഗേജ് സെക്ഷൻ ഇട്ട് ആദ്യമായിട്ട് പണിഞ്ഞ് പഠിക്കുക. പിന്നെ 18 ഗേജിൽ എന്ന് വെച്ചാൽ ലൈറ്റ് ആയിട്ടുള്ള സെക്ഷൻ ഇട്ട് ചെയ്ത് പഠിക്കുക. കണ്ടോ, സുഖമായിട്ട് റാഡ് കത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ജസ്റ്റ് ആദ്യം നമ്മൾ ഇതിവിടെ ഇതാണെങ്കിൽ ചെറിയ ജോയിൻ്റ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കണം. ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്താൽ കറക്റ്റ് ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ജസ്റ്റ് വെക്കുവാണ്, വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുവാണ്. ഓക്കെ, കണ്ടോ സംഭവം ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്തോടെ. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പവർ കൂട്ടിയാലും ചിലപ്പോൾ കത്താൻ പാടായിരിക്കും. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റാഡ് ചുമ്മാ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്ക് ഈ റാഡ് നല്ലൊരു കത്തും. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് സ്പോട്ട് ചെയ്യുക. ഉണ്ടോ സംഭവം ഇവിടെ ഞാൻ ഒട്ടിച്ചെടുത്തു. അടുത്ത് നമ്മൾ തിരിച്ചു വെക്കാം. കാരണം ഇത് കറക്റ്റ് കട്ടിങ് ആണെങ്കിൽ നമ്മൾ തിരിച്ചു മറിച്ച് ജസ്റ്റ് ഇവരൊരു ടാക്കി അടിച്ചിട്ടുണ്ട്. ടാക്കി എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നില്ല, അതിന് ടാക്കി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം അടുത്ത്. ഓക്കെ, നമ്മൾ 4 സൈഡും അങ്ങനെ സ്പോട്ട് ചെയ്യുന്നുണ്ടോ ടാക്ക. ഈ ഒരു ടാക്കയുടെ കണക്കെന്ന് പറഞ്ഞാൽ 1 ടൺ വരെ ഭാരം താങ്ങുമെന്നാണ് പറയുന്നത്. 1 ടൺ ഭാരം വരെ താങ്ങുമെന്നാണ് പറയുന്നത്. സത്യാവസ്ഥ എനിക്കറിയാൻ വയ്യ, ഞാൻ ഭാരം ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ കേട്ടറിവാണ്. 1 ടൺ ഭാരം വരെ ഒറ്റ ടാക്കിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ 4 സൈഡും കറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞു. അടുത്ത നമ്മൾ ജസ്റ്റ് പവർ കുറയ്ക്കുക കേട്ടോ. കാരണം ഇത്രയും പവർ വേണ്ട, ജസ്റ്റ് ഒന്ന് കുറയ്ക്കുവാണ്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും പവറിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാകും. കാരണം പവർ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കത്തിപ്പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. ചിലപ്പോൾ ഈ റാഡ് കത്തി തെറിച്ചു പോകും. കാരണം ഒരുപാട് ദൂരെ അകലെയായിട്ട് തെറിച്ചു വീഴും. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പവർ കുറച്ച്, മാക്സിമം പവർ കുറച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ അവിടെ ഉരുകി ചേരും. ഓക്കെ, പിന്നെ നമ്മൾ റാഡ് ടച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തരുത്, ജസ്റ്റ് ചരിച്ചേ പിടിക്കാവൂ. നമ്മൾ ഈ റാഡിനകത്ത് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ചെറിയൊരു കമ്പിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ പുറത്തായിട്ട് ചെറിയൊരു കോട്ടിംഗ് ആണ് ഈ കാണുന്നത്. എന്തോ ഒരു സംഭവമാണ്, ഒരു മണ്ണ് പോലിരിക്കുന്ന പൗഡറാണ്. നമ്മൾ ഒരു ഹാമർ തട്ടിക്കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. ആ സംഭവമാണ് ഈ റാഡിനെ കത്താൻ സഹായിക്കുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. അടുത്ത ഞാൻ റാഡ് ഒട്ടിക്കും. നമ്മളിവിടെ ഈ പൈപ്പ് ഒട്ടിക്കാൻ പോവുകയാണ്. ജസ്റ്റ് ചരിച്ചിട്ടേ നമ്മൾ ഒട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ. കണ്ടോ, ഞാൻ ചരിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. നമ്മളങ്ങനെ 1 സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെ അടുത്ത് വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വെച്ചു കേട്ടോ. തിരിച്ചു വെച്ചതിന് ശേഷം റാഡ് എർത്ത് കൊടുക്കുകയാണ്. ചില മെറ്റീരിയൽ വെറും ലൈറ്റ് ആയിരിക്കും. കാരണം നമ്മുടെ ഈ ജോയിൻറ്റ് ഭാഗത്ത് വെൽഡ് റാഡിങ് തട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കത്തിപ്പോകും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പിൻ്റെ 2 പൈപ്പ് കൂട്ടിച്ച് ജോയിൻറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പുറവും ഇപ്പുറമായിട്ട് ഒരു ചെറിയൊരു 180 ഗ്യാപ്പ് ഇട്ട് അപ്പുറവും ഇപ്പുറവും ജസ്റ്റ് സ്പോട്ട് ചെയ്യുക. അതിങ്ങനെ കണ്ടോ, ഞാൻ അപ്പുറം ചെറുതായിട്ട് സ്പോട്ട് ചെയ്ത് വെച്ചാൽ ജോയിൻറ്റ് ഈ കാണുന്ന ജോയിൻ്റ് ജോയിൻറ്റിൻ്റെ അടുത്ത് വെൽഡ് ചെയ്തില്ല. അവിടെ നിന്ന് ജോയിൻറ്റിൽ നിന്ന് മാറ്റി ഒരു 160 180 ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്പോട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ നടുക്ക് സ്പോട്ട് ചെയ്യുവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താ പറയുമോ, നമ്മൾ അപ്പോൾ ഇടതും സൈഡും വല സൈഡും സ്പോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കനം ഉണ്ടാവുകയാണ്. കാരണം വെറും ലൈറ്റ് സെക്ഷനാണ്, 18 ഗേജാണ്. ചിലപ്പോൾ 18 ഗേജ് 20 ഗേജ് മെറ്റീരിയൽ ഇതാണെങ്കിൽ സെക്ഷൻ കാണും. അന്നേരം അപ്പുറവും ഇപ്പുറവും 2 സ്പോട്ട് ചെയ്തതിന് ശേഷം നടുക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഈ 18 ഗേജ് എന്നുള്ള ചിലപ്പം 16 ഗേജിൻ്റെ സൈസ് അവിടെ ആവും. കാരണം കൂടും. കാരണം നമ്മൾ വെൽഡ് ചെയ്ത് അപ്പുറം ഇപ്പുറം പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സൈസ് കൂടും. അതിനുശേഷം നടുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്ഷൻ കത്തിപ്പോത്തില്ല. ഓക്കെ, സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ റാഡ് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ചരിച്ചേ പിടിക്കാവൂ. നമ്മൾ സ്പോട്ടായി കത്തിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒന്നൊരു പൊടിക്കൊന്ന് ബാക്കിലോട്ട് വലിക്കുന്നത് നല്ലതായിരിക്കും. ഉണ്ടോ, ഇവിടെ കത്തിപ്പോയി. ഞാൻ അന്നേരം സൈഡിലോട്ട് ചെറുതടിക്കും. എന്നിട്ട് സൈഡ് കനമായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കും. അന്നേരം ഗ്യാപ്പും ഫില്ലാവും. കണ്ടോ. ഓക്കെ.
ഇതാണ് സംഭവം. പിന്നെ എപ്പോഴും നമ്മൾ റാഡ് ചരിച്ചേ പിടിക്കാവും. ചരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നല്ല രീതിയിൽ നമുക്ക് സ്പോട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും പെട്ടെന്ന് അങ്ങനെ അടിക്കുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും പോയി പഠിച്ചിട്ടില്ല. ഞാൻ ഇത് കണക്ക് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ ജസ്റ്റ് ചെയ്ത് പഠിച്ചതാണ്. കുറേ നാളത്തെ എക്സ്പീരിയൻസ് ആകുമ്പോഴേ നമ്മൾ എളുപ്പത്തിൽ എനിക്ക് ഗ്ലാസ് ഇല്ലാതെ തന്നെ കണ്ണട വെൽഡിങ് ഗ്ലാസ് ഇല്ലാതെ തന്നെ എനിക്ക് വെൽഡ് ചെയ്യാൻ കഴിയും. കാരണം വെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ റാഡ് കത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ കണ്ണ് ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോകും. കാരണം വെച്ചാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ആദ്യമായിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് കണ്ണടയൊന്നും ഇല്ലാതെ നമ്മൾ ഇവിടെ കാരണം ഈ ജോയിൻറ്റ് നോക്കിയിട്ട് ഒട്ടിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ സ്പാർക്ക് അടിക്കും. കണ്ണിനകത്ത് ആ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ചിലപ്പോൾ കണ്ണ് ചിലപ്പോൾ എന്താ പറയുക, പിന്നെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയെ കുറച്ച് നേരത്തേക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലിയ കനമുള്ള പൈപ്പൊക്കെ വെള്ളം ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി വെൽഡ് ചെയ്യും. അന്നേരം നമ്മൾ മാക്സിമം പവർ കുറച്ചിട്ടിട്ട്, ഇതിപ്പം കനം കൂടിയതുകൊണ്ടാണ് ഞാൻ മാക്സിമം പവർ കുറച്ചിടുകയാണ് ഇവിടെ. ഉണ്ടോ ഒരു എൻ്റെ നമ്പേഴ്സിനകത്ത് എഴുതിയേക്കെന്ന് പറഞ്ഞാൽ 70. ഇത് മൊത്തം 220 ആർക്കിൻ്റെ വെൽഡ് സെറ്റാണ് കേട്ടോ. ഞാൻ അതിനകത്ത് ഇപ്പം 78 ആർക്കാണ് ഇട്ടേക്കുന്നത്. എനിക്ക് കറക്റ്റാണ്ട് കണക്കൊന്നും അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും പവർ കുറച്ചിട്ടേക്കുവാണ് ഞാൻ ഇത്രയും സ്പോട്ട് ചെയ്യാൻ ഒറ്റ അടിക്കെങ്കിൽ ഇത്രയും അടിച്ചെടുക്കാൻ പോകണം. കാരണം ഇവിടെ കനം കൂടിയതുകൊണ്ടാണേ. ഓക്കെ ഉണ്ടോ, പവർ കുറച്ചിട്ടപ്പോൾ ഉള്ള പ്രത്യേകതയാണ്. പക്ഷേ പവർ കുറച്ചിട്ടാൽ നമ്മളെ വെൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരാണെങ്കിൽ അവിടെ ആ റാഡ് അവിടെ പിടിച്ചിരിക്കും. ഉണ്ടോ, നല്ല രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. മാക്സിമം ഞാൻ ആദ്യമേ ഇട്ട പവറാണ് ഇപ്പോൾ കാണുന്നത്. ഉണ്ടോ, ആ പവറിൽ നമുക്ക് ആദ്യമേ വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ സ്ഥിരമായിട്ട് വെൽഡ് ചെയ്ത് വരുമ്പോൾ നമുക്കത് വെൽഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ റാഡും ഈ മെറ്റീരിയൽ ഈ സെക്ഷനുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടാണ് ഈ വെൽഡിങ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ കുത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഒട്ടിപ്പിടിക്കണ്ടോ, ഒട്ടിപ്പിടിക്കും. എന്നാൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ട് ചരിച്ച് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വെൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇത് ഫർദർ മാറ്റി വെക്കുക. ഇതൊരു സെക്ഷനാണ്. ഞാനിത് ഇവിടെ വെൽഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഭാഗത്ത് വെൽഡ് ചെയ്യാൻ പോവുകയാണ്. ഈ വെൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ കോർണറിലോട്ട് അടിക്കും. ഈ കോർണർ അടിക്കരുത് കേട്ടോ, ശ്രദ്ധിക്കേണ്ട, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സാധാരണ ആൾക്കാരാണ് ഈ കോർണറിൽ അടിക്കും, അവിടെ അടിക്കരുത്. നമ്മൾ ഇവിടെ ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ആണ്. ഇവിടെ ഒന്നും കത്തിയാൽ പോലും ഈ ഭാഗത്ത് ഉരുകി പിടിക്കത്തേ ഉള്ളൂ. ഇവിടെ ഈ എൻഡിലാണെങ്കിൽ കത്തിപ്പോകും. ഇങ്ങോട്ട് മാറ്റി അടിക്കുകയാണെങ്കിൽ കത്തിപ്പോകത്തില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ സെക്ഷൻ കൂടെ വെക്കുകയാണ്. ഇതൊരു 1:1 ട്യൂബാണ്. ഇതും ഒരു 18 ഗേജിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഞാൻ അതാ ഇവിടെ വെച്ച് ഇതാ സ്പോട്ട് ചെയ്യുവാണ്. കണ്ടോണം, ഇതാ ഇവിടെ വെൽഡ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, സംഭവം ഞാൻ വെൽഡ് ചെയ്തു. കാരണം ഞാൻ വെൽഡ് ചെയ്യുമ്പോൾ ഈ സെക്ഷനിൽ വെൽഡ് ചെയ്യത്തില്ല, കാരണം എൻഡ് കത്തിപ്പോകും. അതുകൊണ്ട് ഈ കാണുന്ന സെക്ഷനകത്ത് മാത്രമേ ഞാൻ വെൽഡ് ചെയ്യത്തുള്ളൂ. ഫ്രണ്ട്സ്, അവിടെ ഞാൻ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് ഞാൻ ഇപ്പുറത്തോട്ട് വെൽഡ് ചെയ്യാൻ പോകാം. ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഞാൻ ഇങ്ങനെ വെൽഡ് ചെയ്യാൻ പോകേണ്ടാന്ന് പ്രശ്നം നോക്കും. ഉണ്ടോ, അവിടെ ഹോൾ വീണ് ഇങ്ങനെ വെച്ച് അടിക്കുമ്പോൾ നമ്മൾ ചരിച്ച് ഈ സെക്ഷനകത്ത് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഹോൾ വീഴത്തില്ല. കാരണം ഈ രണ്ട് സെക്ഷനും ഒരേപോലെ ഉരുകി ഒട്ടും. ഉണ്ടോ, നമ്മൾ നല്ല രീതിയിൽ ഉരുകി ഒട്ടി. ആന പിടിച്ചാൽ പോലും ഇളകി വരത്തില്ല. ഹായ് ഫ്രണ്ട്സ്, അന്നേരം അത്യാവശ്യം നിങ്ങൾക്ക് നോയ്സ് കയറി വരും. കാരണം ഈ മെഷീന് ചെറിയ സൗണ്ട് ഉണ്ട്. ഇതിനകത്തൊരു ബാക്കിൽ ഒരു എക്സോസ്റ്റ് ഫാൻ ഇരിപ്പുണ്ട്. ഇതിനകം കൂൾ ചെയ്യാനുള്ള ഒരു കൂളിംഗ് ഫാൻ എന്ന് പറയാം. ഓക്കെ, ആ ഒരു ഫാൻ ഇരിക്കുന്ന നോയ്സ് ഉണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സ്വന്തമായിട്ടൊക്കെ ട്രൈ ചെയ്യുക കേട്ടോ. ഇപ്പോൾ സ്വന്തമായിട്ട് കൂടൊക്കെ പണിയും താല്പര്യമുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹമുള്ളതാണ്. സ്വന്തം വീട്ടിലേക്കുള്ള ആവശ്യമുള്ള ചെറിയ നമ്മൾ ഉദാഹരണം
ചെറിയ ഷെഡൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ സ്വന്തമായിട്ട് നമുക്ക് വെൽഡ് സെറ്റ് മേടിച്ച് ആദ്യമേ ചെറുതായിട്ട് ചെയ്ത് തുടങ്ങണം കേട്ടോ. ആദ്യം ഒരു ഏണി തന്നെ തുടങ്ങണം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഏണി ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ട് വെൽഡ് ചെയ്താണ്. മൊത്തം ഹോളാണ് കേട്ടോ, എവിടെ നോക്കിയാലും ഹോളാണ്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, കാരണം അന്ന് ചെയ്ത് പഠിച്ചു. ഇപ്പം ഒരു 5 വർഷത്തോളമായി ആ ഒരു ഏണി പണിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നു. ഏണി എന്ന് പറഞ്ഞാൽ അറിയില്ല, ലാഡർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഓക്കെ, അന്നേരം നിങ്ങൾ ചെറുതായിട്ട് വെൽഡ് ചെയ്ത് പഠിക്കുക. ആദ്യം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഗ്ലാസ് മസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ വെൽഡിങ് ഗ്ലാസ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണെങ്കിൽ നല്ല നമ്മൾ സ്ക്വയർ ടൈപ്പ് കിട്ടുന്ന ചെറിയ ഗ്ലാസ് മേടിക്കാൻ കിട്ടും. ഇതിനെക്കാട്ടി ഇതാകുമ്പോൾ ചില കിരണങ്ങൾ മാത്രം നമ്മൾ കണ്ണിനോട്ട് പതിക്കാതെ നോക്കത്തുള്ളൂ. എന്നാൽ ലൈറ്റ് വരും, എന്നാലും ഒരു എല്ലാം പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് എടുത്ത് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്താൻ ഒട്ടും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അന്നേരം ഇതിനെക്കാട്ടി നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.